നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കർത്താവിൻ്റെ ശക്തമായ രക്തത്തിൻ്റെ ഇടപെടലുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. SK മേനോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്ന കാര്യം എനിക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ TV കൂടെ ആൾക്കാർ കാണുകയാണ്. അപ്പോൾ എല്ലാം എതിരായി. അതുകൊണ്ട് അവനെ പോലീസ് 2003 അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അവൻ്റെ മൾട്ടിനാഷണൽ കമ്പനിയിലെ അവൻ്റെ ജോലി പോയി. അവൻ്റെ ബന്ധുക്കൾ, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ജയിലിൽ 3 വർഷത്തേക്കാണ് കോടതി വിധിച്ചത്. നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അത് ഒരു തെറ്റും ചെയ്യാത്തതിന് തെറ്റിദ്ധരിക്കപ്പെട്ട് 3 വർഷമൊക്കെ കോടതിയിലോട്ട് കോടതി ജയിലിൽ ശിക്ഷയ്ക്ക് വിധിച്ചാൽ ആ വ്യക്തി തീർച്ചയായിട്ടും മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനെ എപ്പോഴും ജയിലിൽ തലയും കുമ്പിട്ടിരിക്കുന്ന അവനെ കാണാൻ ബഹുമാനപ്പെട്ട 4 കന്യാസ്ത്രീമാർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് എത്തുകയാണ്. ഹല്ലേലൂയ. അവനെ ഒരു ബൈബിൾ കൊടുത്തു. നല്ല മനുഷ്യനായതുകൊണ്ട് അവന് തിരിച്ച് ചീത്തയൊന്നും വിളിച്ചില്ല, ബൈബിൾ മേടിച്ചു വെച്ചു. ഒന്നും വേണ്ടിയില്ല, 1 വർഷത്തേക്ക് ആ ബൈബിൾ വായിച്ചില്ല. ജയിലിൻ്റെ അകത്ത് അത് 1 വർഷം ഇരുന്നു. 3 വർഷത്തേക്കാണ് അവനെ ശിക്ഷിച്ചത്. 1 വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ ഇതെന്താണെന്നറിയാൻ വേണ്ടി എടുത്ത് തുറന്നാണ്. കാര്യം ഇനി 2 കൊല്ലം കൂടെ പോകാനുണ്ട്. തുറന്നപ്പോൾ കിട്ടിയ വചനം ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. വലിയൊരു കൊതി തോന്നി. കാരണം ഈ ജയിലിൽ കിടന്നിട്ട് ആരും ഇന്നുവരെ കാണാൻ വന്നിട്ടില്ല. അന്നേരമാണ് ഇതുവരെ കാണാത്ത ഒരാൾ പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പിന്നീട് കൊതിയായി. വായിച്ച് യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്നേഹം ഈ SK മേനോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടികൂടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു 6-7 മാസത്തോളം ബൈബിൾ വായിച്ചിട്ട് ഒരു ദിവസം വളരെ സങ്കടപ്പെട്ട് കരയാണ്. ദൈവമേ, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഈ ജയിലിൻ്റെ അകത്തായല്ലോ. കരഞ്ഞ് അവിടെ കിടന്നുറങ്ങിയ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടത് ഇതാണ്: ഈ SK മേനോൻ ഒരു റോഡിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഒരു വെള്ള അംബാസഡർ കാറ് അടുത്ത് വന്നിട്ട് പുറകിലത്തെ ഡോറ് തുറന്നിട്ട് ഇയാളെ വലിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഡോറ് പൂട്ടി കാറ് വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഇവൻ നോക്കിയപ്പോൾ കാറിന് ഡ്രൈവർ ഇല്ലാത്ത കാറാണ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടത്തുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സീറ്റിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാർ യാത്ര മുന്നോട്ട് പോകുന്നു. സ്വപ്നം അവസാനിച്ചു. ഒന്നും മനസ്സിലായില്ല. പിന്നെയും ബൈബിൾ വായിക്കുകയാണ്. ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്വപ്നമുണ്ടായി. അടുത്ത സ്വപ്നം ഇതാണ്: നേരത്തെ കണ്ട ചെറുപ്പക്കാരനെ വീണ്ടും കാണുന്നു. സൂര്യനെ പോലെ പ്രഭയുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ മടിയിൽ ഈ SK മേനോൻ കിടക്കുകയാണ്. അദ്ദേഹം കൈകൾ കൊണ്ട് ശിരസിൽ തലോടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു: അടുത്ത വർഷത്തെ ഈസ്റ്ററിന് മുൻപ് നിന്നെ ഞാൻ ജയിലിൽ നിന്നും പുറത്തിറക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വർഷത്തെ ഈസ്റ്ററിൻ്റെ മുമ്പ് നിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കും. സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇദ്ദേഹത്തിനെതിരെ അടുത്ത കേസും കൂടെ വന്നു. അത് കോടതി 5 വർഷത്തേക്ക് ഇദ്ദേഹത്തെ വീണ്ടും ശിക്ഷിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാര്യം പറയുന്നു: അടുത്ത വർഷം നിന്നെ ഞാൻ പുറത്തിറക്കും. കോടതി ഇത് അടുത്ത ശിക്ഷ വിധിച്ചിരിക്കുന്നു. അടുത്ത 5 വർഷത്തേക്കൂടെ ഇയാളെ ജയിലിൻ്റെ അകത്തേക്കാക്കുക. മാനുഷികമായിട്ട് പറഞ്ഞാൽ യാതൊന്നും രക്ഷയില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവം വായിച്ച് ഈ മനുഷ്യൻ കരയുകയാണ്. തനിക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരു യേശുവിടെ. നിങ്ങൾ ഓർക്കണം, ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ കാണാൻ ആരും വരുന്നില്ല. അപ്പോൾ ഈ 5 വർഷത്തെ കേസിന് അദ്ദേഹം ഒരു അപ്പീൽ കൊടുക്കുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവിടെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വക്കീലുമാരില്ല, വക്കീലുമാരെ അപ്പോയിന്റ് ചെയ്യാൻ ബന്ധുക്കളാരുമില്ല, വക്കീലന്മാർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് ഫീസും ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു: ഞാൻ തന്നെ ഈ കേസ് വാദിക്കാൻ പോവുകയാണ്. അങ്ങനെ വക്കീലന്മാരില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കാൻ കോടതിയിൽ അനുവാദം ചോദിക്കുന്നു. നിങ്ങൾക്കറിയാം, കോടതി അനുവദിക്കും. അങ്ങനെ നിയമബിരുദമില്ലാത്ത ആ മനുഷ്യൻ തൻ്റെ കേസ് തനിക്ക് വേണ്ടി തന്നെ വാദിക്കുകയാണ്. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. ഉള്ളിലെല്ലാം ഒരു ശബ്ദം മുഴങ്ങി: നിന്നെ ഞാൻ അടുത്ത ഈസ്റ്ററിന് മുമ്പ് പുറത്തിറക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അത് മാത്രം വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ കേസ് അദ്ദേഹം വാദിക്കുന്നു. ഒന്നും അറിയാത്ത അദ്ദേഹം കോടതിയിൽ കേസ് വാദിക്കുന്നു. കേസിന്റെ അവസാനം വിധി വരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്നും മോചിപ്പിച്ചുകൊണ്ടുള്ള വിധി വരുന്നു. വിധി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ അടുത്ത വർഷം ദുഃഖ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വിധി കയ്യിൽ കിട്ടുന്നത്. ദുഃഖ ശനിയാഴ്ച 3 മണിക്ക് ആ മനുഷ്യൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. കൈയടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാം മക്കളെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അദ്ദേഹം നന്ദിയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു.
അദ്ദേഹം പീറ്റർ എന്നുള്ള പേര് സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് എസ് കെ പീറ്റർ മേനോൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ബാപ്റ്റിസ സമയത്ത് ആദ്യം പറഞ്ഞ 4 കന്യാസ്ത്രീകൾ, ആദ്യം അദ്ദേഹത്തിന് ഈശോയെ കാണിച്ചു കൊടുത്ത കന്യാസ്ത്രീകൾ ബാപ്റ്റിസത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരുന്നു. ഇന്ന് എസ് കെ പീറ്റർ മേനോൻ കേരളത്തിലുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ജയിലുകൾ തോറും, അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന എല്ലാ ജയിലുകളും ചുറ്റി സഞ്ചരിച്ച് വിടിവിക്കുന്നവനായ, രക്ഷിക്കുന്നവനായ, രക്തത്തിന്റെ തളിക്കലിലൂടെ മോചിപ്പിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നു. നമുക്ക് 2 കരവുമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ